എവരിവൺ, വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മല്ലു. എൻ്റെ പേര് അഖിൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പുതിയൊരു ഗവൺമെൻറ് ജോലിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഒരുപാട് പ്രതീക്ഷിച്ച് കാത്തിരുന്ന മിൽമ 2025 വൻ അവസരങ്ങളുമായി നിരവധി റിക്രൂട്ട്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. നിലവിലിവിടെ മലബാർ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രോഡക്റ്റ് യൂണിയൻ, ട്രിവാൻഡ്രം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രോഡക്റ്റ് യൂണിയനിലും അവസരങ്ങൾ വന്നിട്ടുണ്ട്. മലബാർ മിൽമയിലും ട്രിവാൻഡ്രം മിൽമയിലും തങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് മലബാർ മിൽമ നോട്ടിഫിക്കേഷൻ നമുക്ക് പരിചയപ്പെടാം. നമുക്കിവിടെ വരുന്നത്, ഇവിടെ മലബാർ മിൽമയുടെ കോഴിക്കോടാണ് ഹെഡ് ഓഫീസ് വരുന്നത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് എന്നീ ജില്ലകളിൽ ഒരുപാട് വേക്കൻസികൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോരോ വേക്കൻസികളായിട്ട് ഞാൻ പറഞ്ഞു തരാം. ആദ്യത്തെ പോസ്റ്റ് വരുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ പോസ്റ്റാണ്. നമുക്ക് ഇവിടെ സാലറി കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോന്നായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയാൽ ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഓക്കെ, ആദ്യത്തെ പോസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ പോസ്റ്റാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തത് അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് ഓഫീസറിന്റെ പോസ്റ്റാണ്. അതിന്റെ വേക്കൻസി എണ്ണം 4 എണ്ണമാണ്. ക്വാളിഫിക്കേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എക്സ്പീരിയൻസും കാര്യങ്ങളും ആവശ്യമാണ്. അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് ഡയറി ഓഫീസറാണ്. അത് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 7 വേക്കൻസിയാണുള്ളത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് HRD ഓഫീസറാണ്. ക്വാളിഫിക്കേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ട്. പോസ്റ്റ് 1 വേക്കൻസിയാണുള്ളത്. അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് ക്വാളിറ്റി ഓഫീസർ പോസ്റ്റാണ് വരുന്നത്. അത് 3 വേക്കൻസിയാണുള്ളത്. ക്വാളിഫിക്കേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എക്സ്പീരിയൻസ് 2 വർഷത്തേക്കാണ്. അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് ഫിനാൻസ് ഓഫീസർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. 1 പോസ്റ്റാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. 3 വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും ആവശ്യമാണ്. അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസർ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഒരു പോസ്റ്റിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. പർച്ചേസ് ഓഫീസർ പോസ്റ്റിലാണ് വന്നിരിക്കുന്നത്. 3 വേക്കൻസിയാണ്. എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലാണ് വന്നിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ഞാൻ എടുത്തു പറയുന്നില്ല, നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഓരോന്നും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളത് പൂർണ്ണമായിട്ടും ഓൺലൈൻ മോഡാണ്. 27/11/2025 മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. അപ്ലൈ ചെയ്യാനുള്ള സ്റ്റാർട്ടിംഗ് ഡേറ്റ് 6 നവംബർ 2025, എൻഡ് ഡേറ്റ് 27 നവംബർ 2025 വൈകിട്ട് 5 മണി വരെയാണ്. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഓഫീസർ പോസ്റ്റിന് 1000 രൂപയാണ്. SC/ST കാർക്ക് 500 രൂപയും നോൺ ഓഫീസർ പോസ്റ്റിന് 700 രൂപയും SC/ST കാർക്ക് 350 രൂപയാണ്. പ്ലാന്റ് അസിസ്റ്റന്റിന്റെ ഒഴിവ് വന്നിരിക്കുന്നത് 500 രൂപയാണ്. SC/ST കാർക്ക് 250 രൂപയാണ് വരുന്നത്. നിങ്ങൾക്ക് റിട്ടേൺ ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ്, GD, ഇന്റർവ്യൂ എല്ലാം ഓരോ പോസ്റ്റിനനുസരിച്ച് ആശ്രയിച്ചിരിക്കും. മിനിമം 50% മാർക്ക് കൊണ്ട് വേണം. കൂടാതെ നെഗറ്റീവ് മാർക്കുണ്ട്. നെഗറ്റീവ് മാർക്ക് 0.25 ആണ്. നിങ്ങൾക്ക് ഞാൻ നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഇട്ടുതരാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രിവാൻഡ്രം മിൽമയുടെ നോട്ടിഫിക്കേഷൻ ആണ് വരുന്നത്. ഇവിടെ ഹെഡ് ഓഫീസ് വരുന്ന പട്ടം ട്രിവാൻഡ്രത്താണ് വരുന്നത്. ഇവിടെ നമുക്ക് TVM, ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലേക്കാണ് വേക്കൻസികൾ വരുന്നത്. ഇവിടെ നമുക്ക് പോസ്റ്റ് ഉള്ളത് അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് പോസ്റ്റ് ഉണ്ട്. 3 വേക്കൻസിയാണ് ഉള്ളത്. ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് ആവശ്യമാണ്. കൂടാതെ അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് പോസ്റ്റാണ്. 3 വേക്കൻസിയാണുള്ളത്. ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് ആവശ്യമാണ്. അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് ഓഫീസർ കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എക്സ്പീരിയൻസ് ആവശ്യമാണ്. അതിന് അസിസ്റ്റന്റ് ഡയറി ഓഫീസർ കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് ആവശ്യമാണ്. അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് HRD ഓഫീസർ കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അസിസ്റ്റന്റ് ക്വാളിറ്റി അഷ്യൂർ ഓഫീസർ 4 വേക്കൻസിയാണുള്ളത്. ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവശ്യമാണ്. അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസർ 4 വേക്കൻസിയാണ്. ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് ആവശ്യമാണ്. ജൂനിയർ സിസ്റ്റം ഓഫീസർ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. 2 വേക്കൻസിയാണുള്ളത്. എക്സ്പീരിയൻസ് ആവശ്യമാണ്. അത് കഴിഞ്ഞ് സിസ്റ്റം സൂപ്പർവൈസർ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. എക്സ്പീരിയൻസും ആവശ്യമാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ജൂനിയർ അസിസ്റ്റന്റ് ഒഴിവുണ്ട്. ബാക്കി ടെക്നിക്കൽ സൈഡിലെ ഒരുപാട് ഒഴിവുകളുണ്ട്. ഇലക്ട്രീഷ്യൻ, പ്ലംബർ, ടെക്നിക്കൽ സൈഡിൽ ഒഴിവുകളുണ്ട്. ടെക്നീഷ്യൻ, ഇലക്ട്രിക്കൽ, ബോയിലർ, ലാബ് അസിസ്റ്റന്റ്, മാർക്കറ്റിംഗ് അസിസ്റ്റന്റ് കാറ്റഗറി, അങ്ങനെ ഒരുപാട് ഒഴിവുകളുണ്ട്. നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയുന്നില്ല. കൂടാതെ ഡ്രൈവറിൻ്റെ ഒഴിവുണ്ട്. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡർ ഒഴിവുണ്ട്. പ്ലാന്റ് അസിസ്റ്റന്റ് ഒഴിവുണ്ട്. അത് SSLC പാസ്, വെറും SSLC പാസ് കൊണ്ട് നിങ്ങൾക്ക് നേടാവുന്നതാണ്. ഓക്കെ, ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. വേറെ മാറ്റങ്ങളൊന്നുമില്ല.
മലബാറിലത്തിൽ തന്നെയാണ് അപ്ലൈ ചെയ്യാനുള്ളത്. 6 നവംബർ 2025 to 27 നവംബർ 2025 5 മണി വരെയാണ് അപ്ലൈ ചെയ്യാനുള്ളത്. റിട്ടേൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും GD ഇൻ്റർവ്യൂവും ഉണ്ടായിരിക്കുകയാണ്. 50% കട്ട് ഓഫ് ഉണ്ടായിരിക്കണം. നെഗറ്റീവ് മാർക്കിംഗ് ഞാൻ നേരത്തെ പോലെ അവൈലബിൾ നെഗറ്റീവ് മാർക്കും ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 40 വയസ്സ് വരെയാണ്. ഓക്കെ, റിലാക്സേഷൻ ഉണ്ടായിരിക്കും. SC ST PHC ഡെയറി ഫാം എംപ്ലോയ്മെൻറ്റ്സിനൊക്കെ റിസർവേഷൻ ഉണ്ടായിരിക്കും. കൂടാതെ ഡോക്യുമെൻ്റ് അപ്ലോഡേഷൻ, ഒരു ഫോട്ടോ, ആധാർ കാർഡ്, എഡ്യൂക്കേഷൻ പ്ലസ് എക്സ്പീരിയൻസ്, റിസർവേഷൻ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. റിട്ടേൺ ടെസ്റ്റ് 2 to 3 മണിക്കൂർ വരെയാണ് റിട്ടേൺ ടെസ്റ്റ് വരുന്നത്. മീഡിയം നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ പോസ്റ്റ് ഡിപ്പെൻഡൻ്റ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് മലബാറിലെയും ട്രിവാൻഡ്രത്തെയും മിൽമയും ചേർന്ന് നൽകിയ 2025 നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുയോജ്യമായ പോസ്റ്റുകൾ ഒരുപാടെണ്ണം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ മറക്കും. നിങ്ങൾക്ക് കറക്റ്റ് ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. സിലബസും ഇതിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോസ് അല്ലെങ്കിൽ സിലബസ് വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഇട്ട് തരാം. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് വഴി രേഖപ്പെടുത്തിയാൽ ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം.